ഇപ്പോൾ നിങ്ങൾ ഈ FMG അതേപോലെ തന്നെ പറഞ്ഞപ്പോൾ ECFMG അതേപോലെ തന്നെ USMLE അതേപോലെ തന്നെ പ്ലാബ് ഒക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഒരു ഗ്ലോബലൈസേഷൻ യാഥാർത്ഥ്യമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും തൊഴിൽ തേടി പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ യൂറോപ്പിലുണ്ട്, ഒരുപാട് ആളുകൾ US-ലുണ്ട്, ഒരുപാട് ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസിലുണ്ട്. ഇവിടെയൊക്കെ ഡോക്ടേഴ്സിനും പോകാവുന്നതാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ആ പരീക്ഷകളൊക്കെ ക്വാളിഫൈ ചെയ്യാൻ തുടങ്ങി. സംഭവം നോക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എല്ലാ രാജ്യത്തും ഡിഗ്രികൾ ആക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഓരോ രാജ്യത്തിനും അതിന്റെ അക്രഡിറ്റേഷൻസ് വേണം. ഇപ്പൊ യുഎസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ECFMG അക്രഡിറ്റേഷൻ വേണം. ഇപ്പൊ റീസെന്റ് WFME കൂടി അക്രഡിറ്റേഷൻ വേണം. ഇപ്പൊ നമ്മള് ഓസ്ട്രേലിയ പോകണമെങ്കിൽ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ അക്രഡിറ്റേഷൻ വേണം. CMC അക്രഡിറ്റേഷൻ. ഇന്ത്യയിൽ വരികയാണെങ്കിൽ നമുക്ക് WHO അക്രഡിറ്റേഷൻ. ഇതൊക്കെ നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ്, ഇപ്പൊ ഇൻഫർമേഷൻ ഓഫ് ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് ഉണ്ട്, ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നെറ്റിൽ അതിൻ്റെതായ സൈറ്റുകളിൽ പോയാൽ നമുക്ക് ഇന്ന യൂണിവേഴ്സിറ്റി ഇന്ന സംഭവം ഉണ്ടാവും, ഇന്ന് അക്രഡിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഓപ്പണായിട്ട് അവിടെ കാണാൻ പറ്റുന്നത്. അതെ, അതിൽ പറഞ്ഞത് നമ്മളൊരു കൃത്യമായ ഒരു റിസർച്ചിൻ്റെ ബേസിൽ ഒരു വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ECFMG ഉള്ള യൂണിവേഴ്സിറ്റി, WFME ഉള്ള യൂണിവേഴ്സിറ്റി, മറ്റുള്ള അക്രഡിറ്റേഷൻസ് എല്ലാം ഉള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സേഫായിട്ട് വളരെ വൃത്തിയായിട്ട് പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് വിദേശത്തേക്ക് പഠിച്ചു വരാൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, തീർച്ചയായിട്ടും അതേ അഭിപ്രായം തന്നെ. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പൊതുവെ കുട്ടികൾക്കുള്ള ഡൗട്ടുകളുണ്ടല്ലോ, ഇത് അതിലൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺട്രവേഴ്സ്യലായിട്ട് നിങ്ങളോട് ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഞാനടക്കം നമ്മൾ പുറത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫൈൻ സാറിനാണെങ്കിൽ ഒരു 10-15 കൊല്ലമായിട്ട് ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇതിലും ഡീറ്റെയിലിംഗ് ആയിട്ട് സ്റ്റുഡൻസിനും അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കൺസേൺ ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ പഠിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൻ്റെ കാര്യമായാലും ഹോസ്റ്റലിൽ മറ്റേ സാധനം ഉണ്ടോ, അതെങ്ങനെ ശരിയാവില്ലട്ടോ, മറ്റേത് റെഡിയാവില്ല, TV ഇങ്ങളാവോ, 150. പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് ഇയർ ആയപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ക്രോക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ല, ഇതിനേക്കാൾ വലിയ കുറെ സാധനങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിനാരിയോ പറയാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് റിപ്പീറ്റ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിനെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇത് സാർ എങ്ങോട്ടാണ് ഏറ്റവും എനിക്ക് MBBS ഡ്രീം ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അയാളോട് പറയും, നിങ്ങൾക്ക് അബ്രോഡ് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് പോയി പഠിക്കാം എന്നുള്ളത്. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. ഇത് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ FMG ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അതിനർത്ഥം എന്താ, ഒന്ന് കൃത്യമായി പഠിച്ചാൽ, ഒന്ന് കൃത്യമായി അതിന് പിന്നിലിരുന്നാൽ നിങ്ങൾക്ക് FMG. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ അക്രഡിറ്റേഷൻസ് നമ്മൾ നോക്കണം. പിന്നെ എന്തൊക്കെ കൺസേൺസ് നോക്കണം? ഈ അക്രഡിറ്റേഷൻസ് മാത്രമല്ലാതെ നിങ്ങൾ പൊതുവെ ഈ പറഞ്ഞ ബാക്കി ക്ലീഷേ ക്വസ്റ്റ്യൻസ് അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോപ്പറായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരു എൻവിറോൺമെന്റ് അവിടെ ഉണ്ടായിരിക്കും. തീർച്ചയായും എക്സ്ട്രീം ക്ലൈമറ്റുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ ഒരു ക്യാരക്ടർ, അവർ നമ്മളായിട്ടുള്ള മിങ്കിൾ ചെയ്യുന്ന രീതി. കാരണം പല രാജ്യങ്ങളിലും തീരെ വെൽക്കമിങ് അല്ലാത്ത ആളുകളുണ്ടാവും. അവിടെ നമുക്ക് പ്രാക്ടിക്കലൊക്കെ കിട്ടുന്നിടത്ത് ഭയങ്കര പ്രയാസം ഉണ്ടാവും. പല രാജ്യങ്ങളിലെയും പ്രശ്നങ്ങൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതെ അതെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഒരു സേഫ്റ്റി നോക്കി. അതെ 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 റിസർച്ച്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ ആദ്യത്തെ കൺസേൺ ഹോസ്റ്റൽ എങ്ങനെയാണ്, അവിടെ റൂമിൽ എത്ര ആളുണ്ടാവും, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാവുമോ, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഭക്ഷണം ഇന്ത്യൻ ഫുഡ് നമ്മളെ കേരളത്തിൽ മീൻ പൊരിച്ച് കിട്ടുമോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പേരൻസും ഉണ്ട്. അതെ 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 തീർച്ചയായും ഒരു നല്ല ബെഡും നല്ല ബ്രെഡും കിട്ടുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. പക്ഷേ എന്നിരുന്നാലും അതിനപ്പുറത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ അക്രഡിറ്റേഷൻസ്, അവിടുത്തെ നാടിൻ്റെ ഒരു ശൈലി, പിന്നെ കാലാവസ്ഥ, അങ്ങനെയുള്ള ആൾക്കാരെങ്ങനെയുണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ചില രാജ്യങ്ങളിൽ പോയാൽ ഈ ഞങ്ങളെ ഫോറിനർ ചികിത്സിക്കേണ്ട എന്ന് തന്നെ പറയും. അപ്പോൾ അവിടെ റേറ്റ് ഉണ്ട് അവർക്ക്, നമുക്ക് ചികിത്സിക്കാതെ മാറിക്കേണ്ടി വരും, നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ കുറയും. ചില കാര്യത്ത് ഫോറിനറെ കണ്ടാൽ വന്നോളൂ നിങ്ങൾ ചികിത്സിച്ചോളൂ. ഉസ്ബെക്കിസ്ഥാനത്തെ മനുഷ്യന്മാർ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ 2019 ഞങ്ങൾ ആദ്യമായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്ന സമയത്ത് 2019 കാലഘട്ടത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നത്. ആ പോകുന്ന സമയത്ത് 2019 ഞങ്ങൾ വന്നു. അന്ന് ഓണറൈബിൾ വിസയ്ക്ക് കസക്കിസ്ഥാനിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങിയത്. അന്ന് അവർക്ക് ഇന്ത്യൻസ് വലിയ പരിചയമില്ല, പ്രത്യേകിച്ച് മലയാളികൾ ആരും വന്നിട്ടില്ല അവിടെ.
കുറേ കാലമായിട്ട് മലയാളികളില്ല. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എണ്ണത്തിലുള്ള അതിന്. അപ്പോൾ ഞങ്ങൾ വന്ന പോലെ വളരെ ആവേശമായിരുന്നു അവർക്കാണ്. ഒരു ടാക്സി കിട്ടി. ആ ടാക്സി ഡ്രൈവർ ഒരുപാട് ഒരു 4 മണിക്കൂറോളം ഞങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തുന്ന സമയത്ത് എത്ര പൈസ ആയിരുന്നു, പൈസ വേണ്ടാന്ന് പറയുന്നത്. വളരെ വെൽക്കമിങ് ആണ്. അത് ഒരു കുറേ കാലമായിട്ട് നമ്മൾ എവിടെ പോയാലും ഹോട്ടലിൽ പോയാലും അവർ നമ്മളടുത്ത് സംസാരിക്കാൻ വരിക, ഫോട്ടോ എടുക്കാൻ വരിക. അങ്ങനെ പിന്നെ ഹോസ്പിറ്റൽസിലും ഒരുപാട് കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട്. അവർ വളരെ പോസിറ്റീവായിട്ടാണ് പേഷ്യൻസ് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ ഒരു അലീഷക്കൊക്കെ ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അവിടെ പോയി കഴിഞ്ഞപ്പോഴുള്ള. ഒരു ചില ഈസ്റ്റേൺ യൂറോപ്പിലെ ചില രാജ്യങ്ങളെ പോലെ അല്ല ഈ സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങൾ. കുറേ വെൽക്കമിങ് ആണ്. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ നല്ല മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ പഠനത്തിലേക്ക് വരുന്ന സമയത്ത്. നമ്മളൊരു അന്യത്വം ഫീൽ ചെയ്യൂല നമുക്ക്. ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ പ്രൈവറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഈ ഒരു അവിടുത്തെ നാട്ടുകാരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്നുള്ളത്. ഇപ്പോൾ വേറെ രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കുട്ടികളിപ്പോൾ നോർമലി MBBS പഠിക്കാൻ പോകുന്ന അസർബൈജാൻ, ജോർജിയ, അസർബൈജാനിലും നല്ല ഇതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്. അതായത് ഈ ഒരു സെൻട്രൽ ഏഷ്യൻ ഈ ഒരു സ്വഭാവമുള്ള ആളുകളാണ്. മറ്റേ ഈസ്റ്റേൺ യൂറോപ്പിൽ അല്ല അസർബൈജാൻ വരുമ്പോൾ സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്പ് അല്ല, ശരിക്കും കാശ്മീരിൻ്റെ അപ്പുറത്ത്, അതായത് നമ്മളെ കസക്കിസ്ഥാൻ്റെ തൊട്ടപ്പുറത്താണ് വരുന്നത്. അവിടെ അതിൻ്റെ ചെറിയ കടലിടുക്ക് ഉണ്ട്, ഒരു വലിയ തടാകം, അതിൻ്റെ തൊട്ടപ്പുറത്താണ്. പിന്നെ അവിടുന്ന് ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് പോളണ്ട്, അങ്ങ് നിങ്ങളെ യുക്രൈൻ, പിന്നെ യുക്രൈനെ സക്കർപാത്തിയ റീജിയൻ, സക്കർപാത്തിയയില്ലേ, ആ ഒരു ഏരിയയാണ് ശരിക്കും ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അസർബൈജാനും സെൻട്രൽ ഏഷ്യ തന്നെയാണ്. സെൻട്രൽ ഏഷ്യ കുറെ കുട്ടികൾ പുറത്തു പോകുന്ന സമയത്ത് ആ ഒരു നാടിന്റെ ഒരു വൈബ് എന്താ നോക്കുന്നൊരു ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ നമുക്ക് ഒരുപാട് സിറ്റികളുണ്ട്. സമർഖണ്ഡ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സമർഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതെ, അമീർ തുമൂറിന്റെ ശവകുടീരൊക്കെ ആയി. ഇതൊക്കെ ഉണ്ട്, മഖ്ബറൊക്കെയുള്ള സ്ഥലം. അത് ഒരു 500 വർഷം പഴക്കമുള്ള സിറ്റി അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. താഷ്കണ്ടിലേക്ക് വരികയാണ് ഒന്നുകൂടി മോഡേണൈസ്ഡ് ആയി. താഷ്കണ്ടിലാണെങ്കിൽ ആ ഒരു മോഡേൺ യൂറോപ്യൻ സിറ്റിയിൽ ലഭ്യമാവുന്ന എല്ലാ സംഭവങ്ങളും അസർബൈജാനാണോ ബ്യൂട്ടിഫുൾ, ഉസ്ബെക്ക് ആണോ ബ്യൂട്ടിഫുൾ? ഞാൻ പോയിട്ടുണ്ട്. ബാക്കു നല്ല മനോഹരമായ സിറ്റിയാണ്. ബാക്കു ഒരു വാസ്തുശില്പ, ഒരു പേർഷ്യൻ വാസ്തുശില്പത്തിൻ്റെ ഒരു ഗംഭീര കലയാണ്. അതിന് അസർബൈജാൻ ഒരു കാലത്ത് ഒരു 2-3 വർഷം മുമ്പ് അസർബൈജാനാണോ ദുബായ് ആണോ മെച്ചം എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഈ യൂറോപ്പിൻ്റെയും മധ്യേഷ്യയുടെ ഒരു സംഗമ ഭൂമിയാണ് അസർബൈജാൻ. ബാക്കു വളരെ മനോഹരമായ സിറ്റിയാണ്. ഏത് ടൈപ്പ് സിറ്റിയാണ്? ഹിസ്റ്റോറിക്കൽ ടൈപ്പ് അല്ല, അത് ഒരു രണ്ടും കൂടി ഒരു സമ്മിശ്രമാണ്. അതായത് യൂറോപ്പിലേക്ക് പോകുന്ന പോലെ തന്നെ, യൂറോപ്പിലൊക്കെ ഇപ്പോൾ സിറ്റീസ് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വിചാരിക്കുന്ന പോലെ യൂറോപ്പിലൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ട്, ഫ്രാൻസിലൊക്കെ പാരീസിലൊക്കെ പോയാൽ അറിയാം, പാരീസ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സിറ്റിയാണ്, വളരെ ട്രഡീഷണൽ. അതുപോലെ പക്ഷേ ഇവിടെ കുറച്ച് മോഡേൺ ബിൽഡിങ്ങുകളും ഉണ്ട്. പാരീസൊക്കെ വളരെ പഴയ ബിൽഡിങ്, മെട്രോ ഒക്കെ വളരെ പഴയ മെട്രോ ആയിരിക്കും. അപ്പോൾ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കൂടിയ രാജ്യങ്ങൾ, ഈ ഡെവലപ്ഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഹ്യൂമൻ ഡെവലപ്ഡ് എന്ന് പറയുന്ന സമയത്ത് കുറേ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കല്ല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദുബായ് ഏറ്റവും ടോപ്പ് ഡെവലപ്ഡ്. ദുബായിലൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള ഷെയ്ഖ് സായിദ് റോഡിലൊക്കെ പോയാൽ കാണാം വലിയ ഒരുപാട് മനുഷ്യൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന അവിടുത്തെ സാങ്കേതികവിദ്യ, അതുപോലെ തന്നെ മനുഷ്യർക്കുള്ള അതുമാണ് ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഡെവലപ്മെന്റ് ആയിക്കോളുന്നില്ല. അതിനെ അപ്പുറത്തേക്ക് മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ജീവിത നിലവാരം, അവിടുത്തെ സാക്ഷരത എന്താണ്, അവിടുത്തെ അതുപോലെ തന്നെ പിന്നെ ആരോഗ്യ നിലവാരം എന്താണ്, മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എന്താ, ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു ഡെവലപ്മെൻറ്റ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. ഒരു സംസ്കാരം എന്നുള്ള രൂപത്തിലാണ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ആ കാര്യങ്ങളൊക്കെയാണ് ഡെവലപ്മെൻറ്റിൽ ഇൻഡെക്സ് ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. യൂറോപ്പിൽ അത്ര തന്നെയാണ് യൂറോപ്പിലെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഞാനിങ്ങനെ അധികം രാജ്യം സന്ദർശിക്കാത്തൊരു വ്യക്തിയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മളെന്നാലും 1-2-3 കീവ് മനോഹരമായ സിറ്റിയാണ്. കീവ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു വരാൻ. കീവ് നല്ല സിറ്റി ആയിരുന്നു. ഞാൻ വേറെ കാര്യം എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ് കൂടിയ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരു മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെ ലിവിങ് എക്സ്പെൻസ് രീതിയിലാണ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമുക്കൊരു ഫ്ലാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ദുബായിലൊക്കെ അറിയാലല്ലേ, ഒരു ദിവസം തന്നെ ഹോട്ടലിൽ റൂം എടുക്കുന്നത് അതിൻ്റെ 4-1-5 മതി താഷ്കണ്ടിൽ. അതെ, താഷ്കണ്ടിൽ നമ്മൾ ഈ തുടക്കത്തിൽ വളരെ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇപ്പോൾ ടൂറിസ്റ്റ് വരെയൊക്കെ വന്ന് കുറച്ചും കൂടി ഒരു വർധനം ഉണ്ടായിട്ടുള്ളത്. 1500 രൂപ ഇന്ത്യൻ പൈസ കൊടുത്താലൊക്കെ വലിയ രൂപത്തിലുള്ള ഒരു 5 സ്റ്റാർ സെറ്റപ്പിലുള്ള റൂംസൊക്കെ കിട്ടിയിരുന്നു.
ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള സിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ലിവിങ് എക്സ്പെൻസ് കുറവാണ്. സെൻട്രലൈസേഷനിൽ ഇതുവരെ ലിവിങ് എക്സ്പെൻസ് കുറവാണ്. പിന്നെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതിയുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഭക്ഷണ രീതിയാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ പുലാവ് ഇരുന്നുണ്ടായിരുന്നത്, അതിൽ തന്നെ ഒരു സ്പൈസസും ഉണ്ടാവില്ല. അതെ അതെ, അത് മധുരമുള്ള ചോറ്, ഇത് ഇറച്ചി, ആ കുതിര ഇറച്ചി അവരുടെ സെൻട്രലൈസേഷൻ ജീവിത രീതിയിൽ ഭാഗമാണ് കുതിര ഇറച്ചി. നമ്മൾ ബീഫ് കഴിക്കുന്ന പോലെ നമ്മള് ഭയങ്കരമായിട്ട് വയ്യാണ്ടേ പോകും, അത്രയാണ് അവരുടെ ആ ഒരു സാധനം. ഫാറ്റ് കണ്ടന്റ് ആണെങ്കിലും ഓയിലി സാധനമാണെങ്കിലും സെറ്റാണ്. അത് മുഴുമിക്കാൻ പറ്റില്ല. ഇന്നേരെ ഞാൻ മുഴുമിച്ചിട്ടില്ല ഒരു പുലാവ് ഫുള്ള്. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നതേ, നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതി അവിടെ സെക്യൂറാണ്, മനുഷ്യർ നല്ല മനുഷ്യരാണ്. അവിടെ നിന്ന് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബന്ധപ്പാടിലൊന്നും പെടാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് യു.എസിലേക്ക് പോയി അസംബ്ലി കൃത്യമായ ചിട്ടയോട് കൂടിയ പഠനം ഉണ്ടെങ്കിൽ നമുക്ക് ഏതും ക്രാക്ക് ചെയ്യാം. അല്ല, അപ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നേരം അവരോടിലേക്ക് പോകണം, MBBS പഠിക്കണം, അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നേരം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നല്ല? ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, അവിടുത്തെ രാജ്യം, ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നമ്മൾ സെക്യൂരിറ്റി വൈസിൽ നോക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിൻ്റെ അക്രഡിറ്റേഷൻസ്, പ്രൈമറി അക്രഡിറ്റേഷൻ നമ്മൾ NMC പറയുന്ന കുറച്ച് നോംസ് ഉണ്ടല്ലോ, 2021 പറയുന്ന കുറച്ച് നോംസ് ഉണ്ട്. ആ നോംസൊക്കെ ഫുൾഫിൽ ചെയ്ത രാജ്യമാണോ നോക്കണം. അതെ 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 അതെ. ഇനി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതിനെ പറയുകയാണെങ്കിൽ, ഈ ചോദ്യത്തിന് പറയുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതായത് ഒരു ഐഡിയൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല. അതായത് ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ MBBS അബ്രോഡിന് പോകാനില്ല. നിങ്ങൾക്ക് ഏത് ഡെസ്റ്റിനേഷനിലും അനുസരിച്ച് ചൂസ് ചെയ്യണം. അതെ, ആ ചൂസ് ചെയ്യുന്നതിൽ എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ചൂസ് ചെയ്യുക. അതിന് നിങ്ങൾ നല്ല രീതിക്ക് അറിയുന്ന കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുക വേണം. പിന്നെ എന്താണ് ഇവിടെ ഈ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ എഡ്യൂക്കേഷനെ മാറ്റി നിർത്തുന്നത്, ഇപ്പം നേരത്തെ ഫൈം സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നേരത്തെ അരീഷ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് മോണിറ്ററൈസ് ചെയ്യണം. അതായത് സ്റ്റുഡൻസിന് ഒരു കൃത്യമായ പാത്ത് വേണ്ടായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞു ക്രോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഓൾറെഡി FMGയുടെ സാധനം എളുപ്പമായിരുന്നു എന്നുള്ള സാധനം ഒരു ഐഡിയ കിട്ടിയത്. അതുപോലെ ഒരു മോണിറ്ററൈസിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സിസ്റ്റം മോണിറ്ററൈസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പഠന സിസ്റ്റം ഉണ്ടാവുക. ആ സിസ്റ്റത്തിലൂടെ പോകുന്നവർക്ക് നല്ല ഡോക്ടറായിട്ട് തിരിച്ചു വരാൻ പറ്റും. ഡ്രീം ഷുഡ് ബി എവറി ടൈം ലൈഫ്. ഞാനൊരു ഡോക്ടർ ആകാനാണ് വന്നത്, എനിക്കിതിന് ശേഷം എൻ്റെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കാണാനുണ്ട് എന്ന്. പുറത്ത് പോകുന്നതുകൊണ്ട് ചാൻസസ് ആർ ലൈക്ക് നമ്മളുടെ ഡ്രീമിന് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാം. കാരണം ഫ്രീഡം ഉണ്ട്, എല്ലാം ഉണ്ട്. സോ നമ്മളുടെ ഡ്രീംസിന് എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിക്കാം. സോ ദ മെയിൻ ഇമ്പോർട്ടന്റ് ഫോക്കസ് എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറാണ്. അതാണ് മെയിൻ ഫോക്കസ്. അപ്പൊ അതിനായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ലേസി ചെയ്യുന്നത് കാര്യമില്ല. നമുക്ക് ഹോസ്റ്റലിൽ വേണമെങ്കിൽ ക്ലാസ്സിൽ പോവാതിരിക്കാം, ഹോസ്റ്റലിൽ വെറുതെ കിടന്നു അതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പോയതിന്റെ പർപ്പസ് എന്താണ്? ഡോക്ടർ. എയിം വേണം, ഒരു ഗോൾ വേണം തീർച്ചയായും. അതെ അതെ അതെ, വർക്കൗട്ട് ചെയ്ത് നല്ല തണുപ്പത്ത് നല്ല മൂടിപ്പോച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ജീവിതം നാശാക്കുന്ന കുട്ടികളുണ്ട്, അവരെ ലക്ഷ്യബോധം മറന്നുപോയി. രാവിലെ 10 മണിക്ക് രാവിലെയാണ് സമയമുണ്ട്. 8 മണിക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. 8 മണി ക്ലാസ്സിന് 10 മണിക്കാണ് രാവിലെ. അതെ അതെ അതെ, ബസ്സിൽ കയറണം. 7 മണിയൊക്കെ ആകുമ്പോൾ ബസ്സിൽ കയറി. അല്ല, അത് നിങ്ങൾക്ക് വേറൊരു സംസ്കാരത്തെയും വേറൊരു ജീവിത രീതിയും വേറൊരു പ്രദേശത്തെയും പരിചയപ്പെടാൻ പറ്റി. അത് ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണത്. അതിൽ നിന്ന് എങ്ങനെ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പുറത്ത് പോയതിൻ്റെ ടോട്ടൽ ഓവറോൾ എക്സ്പീരിയൻസ്? തീർച്ചയായും അതാണ് വേണ്ടത്. ഫൈനാൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതെ അതെ, ലൈക് പാരന്റ്സ് ഇല്ല, സാധനം വാങ്ങിച്ചാൽ നമ്മൾ തന്നെ സേവ് ചെയ്യണം പൈസ. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. സോ നമുക്ക് കുറെ അങ്ങനെ പഠിക്കാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ആവുന്നത്. അത് പുറത്ത് പഠിച്ചു വരുന്നവരെ നമ്മളൊരു പ്രോപ്പർ ഒരു എവിടെ പോയാലും ജീവിക്കാനുള്ളൊരു സ്ട്രക്ചറിലേക്ക്. അതെ, ഞാൻ മനസ്സിലാക്കി എടുത്തോളേ, ഇന്ന് ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വയം ജീവിക്കാൻ പഠിക്കാം എന്നുള്ളതാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് നോളജ് ഉണ്ട്, പക്ഷെ ഒരു ചെറിയ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് പഠിക്കുന്നില്ല. കാരണം നമ്മളൊരു പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളൊരു 16 വയസ്സോ 18 വയസ്സായാലും ഇൻഡിപെൻഡൻ്റ് ആക്കണില്ല. നമ്മൾ 16 വയസ്സുള്ള കുട്ടിയെ വരെ സ്പൂൺ ഫീഡിങ് നടത്തി അവൻ്റെ സ്കൂളിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് അല്ലെങ്കിൽ പാരൻറ്റ് കൊണ്ടാക്കുന്ന രൂപത്തിൽ ഒറ്റയ്ക്ക് നടന്നു പോകാൻ പേടി, അങ്ങനെയുള്ളൊരു ഒരു സമൂഹമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ പുറത്തു പോയി അവരൊരു സെൽഫ് സഫിഷ്യൻ്റായി തിരിച്ചു വരിക എന്നുള്ള വലിയ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ.